എനിക്ക് മനസ്സിലായി, എനിക്കറിയാം. നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടടാ. ശംഭു നിന്റെ അച്ഛൻ വരുന്നോണ്ടേ ഭയങ്കര ദേഷ്യത്തിൽ അമ്മ ഒരു മാസ് ബീജം ഇട്ടു. എട്ടിപ്പിടി എടാ മോളെ നിർത്ത്, കണ്ടു കഴിഞ്ഞാൽ അടി കിട്ടും നിനക്ക്. നല്ല ദേഷ്യത്തിലാ. ചേട്ടാ എന്തു പറ്റി? എന്നും ക്ലിനിക്കിൽ നിന്ന് ഇങ്ങനെ ദേഷ്യത്തിലാണല്ലോ വരുന്നത്. ചേട്ടാ ഞാൻ മൃഗപാലൻ ഡോക്ടറെ ചവിട്ടിക്കൂട്ടി ജയിലിൽ ചവിട്ടിക്കൂട്ടിയാരും അങ്ങനെ ജയിലിലൊന്നും പോകത്തില്ല കേട്ടോ. അത് നിനക്ക് എങ്ങനെ അറിയാം? എടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ? എന്നെ ഇന്നാരും ചവിട്ടിക്കൂട്ടി ഒരു ചെറുവരല്ല എനിക്ക് അവരെന്നൊന്നും ചെയ്തില്ലല്ലോ. എടാ തല്ലുവിളി, നിന്നെ അവിടെ എല്ലാവർക്കും അറിയാന്നുള്ളതുണ്ട്. അത് പോട്ടെ, എന്തിനാ മൃഗപാലൻ ഡോക്ടറിനെ ചവിട്ടുന്നേ? അല്ല, ഒരു എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? എന്തോ ഒരു കാര്യമില്ല, ചെള്ളക്കെട്ട് കുത്തി. അല്ല ചേട്ടാ, ഒരു കാര്യമില്ലാതെ നമ്മൾ ഒരാളുടെ ചെള്ളത്തിൽ കുത്തത്തില്ലല്ലോ. നീ എന്റെ സൈഡാണോ അയാളെ സൈഡാണോ? ചേട്ടന്റെ സൈഡ്. സംശയം എന്താ? ഞാൻ പിന്നെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ, ജസ്റ്റ് ഫോർ ആൻ എൻക്വയറി. ഞാനൊരു മൃഗ ഡോക്ടറായിരുന്നു കാണിച്ചു കൊടുത്തേനെ എങ്ങനെയാണ് ഒരു കമ്പൗണ്ടറിന്റെ അടുത്ത് പെരുമാറാവുള്ളതെന്ന്. പോട്ടെ, സാരമില്ല. ഞാൻ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമുക്ക് ശംഭുവിനെ മൃഗ ഡോക്ടർ ആക്കിയാലോ? സൂപ്പർ ആയിരിക്കും. കറക്റ്റാ. എന്ത് അവനൊരു മൃഗ ഡോക്ടർ, മക്കളൊരു മൃഗ ഡോക്ടർ ആവണം മോനെ. എന്നിട്ട് ഈ ലോകത്തുള്ള സകലമാന ഡോക്ടർമാർക്കും കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ഒരു മൃഗ ഡോക്ടർ കമ്പൗണ്ടറിന്റെ അടുത്ത് പെരുമാറാവുള്ളതെന്ന്. കേട്ടാ? എന്തോന്ന് വെച്ചാ പറയുന്നത്? ഇത്രയും കഷ്ടപ്പെട്ട് വയലിനും കീബോർഡും ഗിറ്റാറും പഠിച്ചിട്ട് മൃഗ ഡോക്ടർ ആവാൻ. പിന്നെ അല്ലാതെ അവൻ ഇത്രയും കഷ്ടപ്പെട്ട് ഷഡ്ജവും ഗമകവും ഒക്കെ കാണാതൊക്കെ പഠിച്ചിട്ട് ഒരു സംഗീത പ്രതിഭയാവാനുള്ളതായിട്ടാ. അതിനെന്ത് കലാഹൃദയമുള്ള ഒരു മൃഗ ഡോക്ടർ. പിന്നെ മൃഗങ്ങൾക്ക് വയലിനും കീബോർഡൊക്കെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം. എന്ത് പറഞ്ഞാലും പറ്റൂല, ഞാൻ വലുതാകുമ്പോ മ്യൂസീഷ്യനാവും. ഞാൻ പോണു. മക്കളെടാ സമാധാനമായല്ലേ? ഞാൻ കൊറേ കഴിഞ്ഞിട്ട് വരാം. ചക്കരേടാ ചെറുച്ചന്റെ ഷഡ്ജവും ഗമകവും ഒക്കെ വലിച്ചു കയറിയപ്പോ സമാധാനമായല്ലേ? ഒരു സംഗീത പ്രതിഭയായി പോയേനെ. അതെ. നീ പാടാടാ മക്കളെ. അങ്ങനെ എൻ്റെ മോൻ മൃഗ ഡോക്ടറാവും. മൃഗപാലൻ ഡോക്ടറിൻ്റെ മോൻ കമ്പൗണ്ടർ. അന്ന് അവൻ മൃഗപാലൻ ഡോക്ടറിൻ്റെ മോൻ്റെ അടുത്ത് പറയും, പണ്ട് നിന്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ചെള്ളക്കിട്ട് കുത്തിയാണ്, അതുപോലെ ഞാൻ ചെയ്ത എങ്ങനെ ഉണ്ടാവൂടാ. അപ്പം മറ്റവൻ്റെ മോൻ ഇന്ന് കുടുകുടാതെന്ന് കരയും. അങ്ങനെ കൊണ്ടുപോവാ. നിങ്ങൾ എന്താ ചെറുക്കനോട് എന്ന് പറഞ്ഞേ? ഏത് ചെറുക്കൻ്റെ അടുത്ത്? ശംഭുവിന്റെ അടുത്ത്. ആ ചോദിക്കാനായിട്ട് വന്നല്ല. ചോദിക്കാതെ പിന്നെ ചെറുക്കൻ അവിടെ പേടിച്ച് പറിച്ചിരിക്കും, അവനെ മൃഗ ഡോക്ടർ ആക്കുമെന്ന് പറഞ്ഞ. ആ അതവൻ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോഴത്തേക്ക് അവന് മനസ്സിലായിക്കോളും അച്ഛൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന്. അതിപ്പോൾ കൊച്ചല്ലേ. എന്ത് മനസ്സിലാക്കാൻ? എന്റെ ഉത്തോടെ നിങ്ങൾക്ക് അറിയുന്നല്ലേ, അവന്റെ താല്പര്യം മുഴുവൻ മ്യൂസിക്കിലാ. എനിക്കും പണ്ട് മ്യൂസിക്കിലൊക്കെ തന്നെയായിരുന്നു താല്പര്യമൊക്കെ. മ്യൂസിക്, ലോങ് ജമ്പ്, ഫോട്ടോഗ്രാഫി, അങ്ങനെ. എന്നിട്ട് ഞാൻ എന്തായി? കമ്പൗണ്ടർ ആയില്ലേ. അതുകൊണ്ട് കലാവാസനയുള്ളവർക്ക് മൃഗസ്നേഹം പാടില്ല എന്നുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ആ ചെറുക്കന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവനെ എന്തിനാ നിർബന്ധിക്കുന്നേ? അവന്റെ പാട്ടിന് വിട്. ശരി, അവൻ്റെ പാട്ടിന് വിട്ടു. ഞാൻ പല്ലവിയെ മൃഗ ഡോക്ടറാക്കും. അപ്പോഴോ അവക്കാകുമ്പോൾ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഇല്ലല്ലോ. അവക്ക് താല്പര്യമില്ലായിരിക്കും, പക്ഷെ അവളെ മൃഗ ഡോക്ടർ ആക്കാനൊന്നും പറ്റൂല. അതെന്താണ്? ഞാൻ അവളെ എഞ്ചിനീയർ ആക്കാൻ നിർത്തിയേക്കുക. നിനക്ക് പിള്ളേരെ ഒഴിഞ്ഞു നിർത്താം, എനിക്കൊന്നും ആഗ്രഹിച്ചൂടാ. ഇത് ഞാൻ പണ്ടേ തീരുമാനിച്ചാ. അത് നീ അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയാ? അല്ല, ഞാൻ നിങ്ങളോട് പറയാൻ വന്നായിരുന്നു, പക്ഷെ എന്താ നിങ്ങൾ ഭയങ്കര ബിസി. ഞാൻ വെച്ച് പിന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന്. അങ്ങനെ പണ്ട് ബിസി ആയിരുന്നു, ഇപ്പൊ ബിസി അല്ലാന്ന്. ശരി, ഇപ്പൊ എന്തായാലും പറഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ട് കേട്ടാ. അതാണ് നിനക്കെന്ത് വട്ടാ? എഞ്ചിനീയറിംഗ് പഠിച്ചെന്ന് പറഞ്ഞ് ജോലി കിട്ടും ഇപ്പോഴത്തെ കാലത്ത്? നമ്മുടെ സാമ്പത്തിക രംഗം ആകെ തകരാറിലാണ്. അച്ഛനാണ് തന്നെ. അതൊക്കെ ചുമ്മാ പറയുന്ന. കഴിവുള്ളവർക്ക് എവിടെ പോലും ജോലി കിട്ടും. ശരി, നീ എന്തൊക്കെ പറഞ്ഞിരുന്നാല് ഞാൻ പലവയും മൃഗ ഡോക്ടറാക്കും. അല്ല, അതിന് അവളും കൂടെ സമ്മതിക്കണ്ടേ? അവള് സമ്മതിക്കാതൊന്നുമില്ല. അവൾ എൻ്റെ മോളാണ്ടി, അവളുടെ ചോരയിലുണ്ട് മൃഗസ്നേഹം. നമുക്ക് നോക്കാം. ഞാൻ പറയുന്ന കേട്ടോ അവൾ എഞ്ചിനീയർ ആവോ, നിങ്ങൾ പറയുന്ന കേട്ടോ അവൾ മൃഗ ഡോക്ടർ ആവോ? നോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ആമി എഞ്ചിനീയർ ആക്കാൻ നോക്കാം. അവക്കാകുമ്പോഴത്തേ എൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ആമിയെ അമ്മ എയർ ഹോസ്റ്റസ് ആക്കാൻ നിർത്തിയേക്കുവാ. അമ്മയാ? അത് കൊള്ളാല്ല. ഹലോ മോളൂസേ, അച്ഛൻ്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നടാ? നോക്കിക്കൊണ്ടൊക്കെ ചെയ്യാൻ പറയാട്ടോ. എങ്ങാനും പൂട്ടിപ്പോയാലേ നമ്മളെ കാര്യം അറിയാമല്ലോ. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഹലോ
എടേ ഫോൺ വേണം അങ്ങോട്ട് കൊച്ചാ പിന്നെ വിളിച്ചോളും. എനിക്ക് കാര്യം സംസാരിക്കാണ്ട് ഫോൺ വേണം അങ്ങോട്ട്. ഇത് വലിയ ശല്യമായല്ലോ. മുളുസ നിന്നല്ലേ പറഞ്ഞേ ഇവിടെ നീ പല്ലിയൊക്കെ കണ്ടാ? ഇത് ശകുനം നോക്കാനാണോ? എടാ എൻ്റെ മോള് പല്ലവിയെ കണ്ടാന്ന്. ഇത് ചോദിക്കാനാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു തൊലച്ചത്. നീ സൊള്ളല്. ഞാൻ പറയണത് പല്ലവി എവിടെടാ? എൻ്റെ ചേട്ടാ അവള് വാങ്ങിക്കരി പുറത്തോട്ടങ്ങാണ്ട് പോകുന്നുണ്ട്, ഏതോ കൂട്ടുകാരൻ പുസ്തകം കണ്ട് വാങ്ങിക്കാൻ. ആ അത് ശരി. എന്നാ ശരിയെന്നാ. എന്താ ശരിയാ? ഡേയ് എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. പറ്റത്തില്ല. പൈസ ആരാടാ? പറ്റും, കാര്യം പറ. പുണ്യ ജന്മം തന്നെടാ അബി. ചേട്ടൻ കാര്യം പറയുന്നുണ്ടോ ഇല്ലയോ? എടാ നമുക്ക് പല്ലവിയെ മൃഗഡോക്ടറാക്കണം. അപ്പൊ ശംഭുവിനെ വിട്ടോ? അവനെ സംഗീതം കൊണ്ടുപോയി. ഇവക്കാവുമ്പോ ദൈവം സഹായിച്ച് പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചാക്കിലാക്കി എടുക്കാൻ പറ്റും. എന്നാ ചാക്കിലാക്കാം. അങ്ങനെ അല്ലടാ, ആശ അവളെ എഞ്ചിനീയർ ആക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ. ഓ അങ്ങനെ. അപ്പം പിന്നെ ചാർജ് കൊടുക്കും കേട്ടോ. എടാ എന്റെ പൊന്നു ചെറുക്കാൻ നീ ഇങ്ങനെ ആർത്തി കാണിക്കാതെ. എന്തോന്ന് ആർത്തി? എൻ്റെ ചേട്ടത്തെ ഒരു സൈഡിൽ കൂടെ ചാക്കിലാക്കാൻ നോക്കും, നമ്മൾ വേറെ സൈഡിൽ കൂടെ ചാക്കിലാക്കാൻ നോക്കും. നമ്മൾ എന്തായാലും ചാക്കിലാക്കാൻ നോക്കും, പുതിയ തന്ത്രങ്ങൾ മെനയണമല്ലോ. അപ്പോൾ എന്തായാലും പൈസ കൂടും. തരാടാ. എന്നാ പിന്നെ അങ്ങോട്ടില്ല ഒരു ഞാൻ ഐഡിയ പറയാം. ഹിപ്നോട്ടിസ്. ഇവിടെ ആരുടെ രഹസ്യമൊന്നും ചോർത്തല്ല, നീ ഹിപ്നോട്ടിസും ചെയ്യണ്ട. എൻ്റെ ചേട്ടാ ഇത് രഹസ്യം ചോർത്താൻ വേണ്ടി മാത്രമൊന്നും അല്ല. ചില കാര്യങ്ങൾ അവരുടെ മനസ്സിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. എന്നിട്ട് എന്തുവാ ഹിപ്നോട്ടിസ് നീ കാര്യങ്ങളൊക്കെ നടക്കും. നീ എന്തായാലും ഹിപ്നോട്ടിസ് ഒന്നും ചെയ്യണ്ട. ആ ശിവൻ അന്ന് ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ വേണ്ട പാടറിയാലോ. ഓ എങ്കിൽ പിന്നെ വേണ്ടേ. എന്നാ പിന്നെ നമുക്ക് കൂടോത്തരം ചെയ്തല്ലോ. ഐ മീൻ കൈവശം. എൻ്റെ ദൈവമേ, ഞാൻ നിന്റെ അടുത്ത് എന്തിനാടാ വന്നത്? ഇങ്ങനെ ഐഡിയ വേണ്ടെങ്കിൽ പറയാം. എൻ്റെ വേറെ സെറ്റപ്പ് ഐഡിയ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. എടാ അവളിപ്പോൾ വരും, നീ പെട്ടെന്ന് പറയണേ പറ. ഞാൻ ആലോചിച്ച് നോക്കട്ടു. ഞാൻ ഫോൺ പോകട്ടിട്ട്. പോകട്ടിലൊക്കെ ഞാൻ ആലോചിച്ച് നോക്കട്ടെ, പറയാം. മാം എന്താ മോളെ? ചേട്ടനുണ്ടല്ലോ ശംഭുവിനെ മൃഗഡോക്ടറാക്കാൻ പോവാന്ന്. അതിനവൻ സമ്മതിച്ചു വന്നിട്ട്? അവൻ സമ്മതിച്ചിട്ടൊന്നുമില്ല, അവൻ പിണങ്ങി പോയിട്ടുണ്ട്. ചേട്ടൻ മിക്കവാറും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ സാധ്യതയുണ്ട്. എടി ആ കൊച്ചു മുട്ടേനെ വിരിഞ്ഞിട്ട് ആലോചിച്ചാൽ പോരെ ഇതൊക്കെ? അതല്ലേ ചേട്ടനെ ആ മൃഗപാലൻ ഡോക്ടർ ചെള്ളക്കിട്ട് കുത്തിന്ന് പറഞ്ഞിട്ട് അതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാ. വൈരാഗ്യമോ? എടി ആരെന്തോ ചെയ്യണ കാര്യമാണ് നീ പറയുന്നത്? അതച്ഛാ ചേട്ടൻ ശംഭുവിനെ മൃഗഡോക്ടറാക്കാൻ പോവാന്ന്. ബെസ്റ്റ്. ഇവിടെ ഒരുത്തൻ്റെ മൃഗസ്നേഹം കൊണ്ടുവരാൻ നമ്മളാകെ പൊറുതി മുട്ടിയിരിക്കുക. ആ ഉത്തമൻ ഓണത്തിന് കാണിച്ചു കൂട്ടിയ പുകലൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്റെ അച്ഛാ ഓർമ്മിപ്പിക്കല്ലേ ഓന്ത്. അപ്പോൾ പിന്നെ ആ ചെറുക്കനും കൂടെ അവനെ പോലെ ആയാലുള്ള അവസ്ഥ ഊഹിച്ചു നോക്ക്. അതെ ആശ വരുന്നുണ്ട് കേട്ടോ. അതിന് അച്ഛൻ എന്തിനാ ഈ വെപ്രാളപ്പെടുന്നേ? വരട്ടെ. അച്ഛൻ എന്തിനാ വെപ്രാളപ്പെടുന്നെന്ന്? വയസ്സായ ഇച്ചിരി വെപ്രാളം പറയലൊക്കെ ഉണ്ടാവും കേട്ടോ. എങ്കിലല്ലേ ഒരു രസമുള്ളൂ. എന്ത് പറ്റി മോളെ? നിങ്ങൾ എല്ലാവരും കൂടെ എനിക്കൊരു ഉപകാരം ചെയ്യണം. എൻ്റെ പൈസയൊന്നുമില്ല. അതല്ല അച്ഛാ. എന്ത് സഹായം മോളെ വേണ്ടത്? ആ പല്ലവി എങ്ങനെയെങ്കിലും നമുക്കൊരു എഞ്ചിനീയർ ആക്കണം. എഞ്ചിനീയർ ആക്കണമെങ്കിൽ ഞങ്ങൾ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല, വല്ല യൂണിവേഴ്സിറ്റിയിലും കൊണ്ട് ചേർക്കണം. അപ്പൊ എഞ്ചിനീയർ. ഓ എടി അതല്ല, അവളുടെ അച്ഛൻ അവളെ മൃഗഡോക്ടർ ആക്കാൻ നടക്കാന്ന്. അപ്പൊ ശംഭുവിനെ വിട്ടോ? ഓ അതൊരു വിധത്തിൽ ഞാൻ പറഞ്ഞൊന്ന് ഒഴിവാക്കി. അപ്പൊ പല്ലവി കയറി പിടിച്ചു. ഇവൻ ഇത് എന്തിന്റെ കേടാ? പിള്ളേർക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അതല്ലേ ആകണ്ടത് അല്ലേ? അവൾക്ക് എഞ്ചിനീയർ ആണെങ്കിൽ അവളെ എഞ്ചിനീയർ ആക്കണം. അതിന് അവക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഇപ്പൊ നാത്തൂസല്ലേ പറഞ്ഞത് അവക്ക് എഞ്ചിനീയർ ആവണമെന്ന്? അല്ല അത് എൻ്റെ ആഗ്രഹം പറഞ്ഞ. വെരി ബ്യൂട്ടിഫുൾ. നല്ല സ്വഭാവം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ ആശിച്ചു പോയി. തന്നെയല്ല അവളെങ്ങാനും ഇതുപോലൊരു മൃഗസ്നേഹി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൽ പട്ടിയും പൂച്ചയെ തട്ടിയിട്ട് നടക്കാൻ പറ്റുമോ? അത് ശരിയാ. പക്ഷേ ഞങ്ങള് കൊച്ചുങ്ങളെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പൊ ഞാൻ എന്താ കൊച്ചല്ലേ അച്ഛാ? അയ്യോ അതും ശരിയാ, കൊച്ചു കുഞ്ഞാ. ഞാൻ പക്ഷെ ഇതിൽ നാത്തൂന്റെ കൂടെ നിൽക്കാം കേട്ടോ. കാരണം എന്നെ അന്ന് ഓന്തിനെ കൊണ്ട് നക്കിച്ച് പ്രതികാരം ചെയ്യണം എനിക്ക് ചേട്ടനോട്. നീ വാടി, നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. എന്ത് സ്വഭാവം അച്ഛാ? എന്ത് സ്വഭാവം അച്ഛാ? അല്ലേ എന്ത് സ്വഭാവമാണ് നിങ്ങളുടെ?